ചിക്കൻ ചുക്ക സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാട്ടോ. ബരി കഴുകി വെച്ച ചിക്കൻക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂൺ തൈര്, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ചിക്കൻ ഒരു മാരിനേറ്റ് ചെയ്യാൻ വെക്കട്ടാ. ചിക്കൻ പൊരിക്കണതിന് മുന്നേ ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് രണ്ടുള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നന്നായി പൊരിച്ചെടുത്തിട്ടാ. ആ പൊരിച്ചെടുത്ത എണ്ണ തന്നെ 20 മിനിറ്റ് ചിക്കൻ നന്നായി കുക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം കൂടുതലൊന്നും ചിന്തിക്കാതെ ഈ വെന്ത ചിക്കൻക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് നടുകീറിയതും ലേശം വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളി വേവുന്ന സമയം വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടോ. തക്കാളി ഏകദേശം വെന്തെന്ന് കണ്ടാൽ നമ്മൾ ആദ്യം പൊരിച്ചു മാറ്റി വെച്ച ഉള്ളി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടോ. 2 മിനിറ്റിന് ശേഷം നമ്മളെ സിമ്പിൾ ചിക്കൻ ചുക്ക റെഡി. ഇതിക്ക് കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെലും അരിഞ്ഞതിട്ടിട്ട് ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറാട്ടയുടെ കൂടെ, കുബൂസിന്റെ കൂടെ, ഏതിന്റെ കൂടെ ഇത് സെറ്റാട്ടോ. ആയിക്കോട്ടെ, എന്നാല് ഇന്ന് പത്രമുള്ളൂ കേട്ടോ. ബാക്കി അടുത്തേ കാണാം. ചിക്കൻ ചുക്ക സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാട്ടോ. ബരി കഴുകി വെച്ച ചിക്കൻക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂൺ തൈര്, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ചിക്കൻ ഒരു മാരിനേറ്റ് ചെയ്യാൻ വെക്കട്ടാ. ചിക്കൻ പൊരിക്കണതിന് മുന്നേ ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് രണ്ടുള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നന്നായി പൊരിച്ചെടുത്തിട്ടാ. ആ പൊരിച്ചെടുത്ത എണ്ണ തന്നെ 20 മിനിറ്റ് ചിക്കൻ നന്നായി കുക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം കൂടുതലൊന്നും ചിന്തിക്കാതെ ഈ വെന്ത ചിക്കൻക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് നടുകീറിയതും ലേശം വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളി വേവുന്ന സമയം വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടോ. തക്കാളി ഏകദേശം വെന്തെന്ന് കണ്ടാൽ നമ്മൾ ആദ്യം പൊരിച്ചു മാറ്റി വെച്ച ഉള്ളി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടോ. 2 മിനിറ്റിന് ശേഷം നമ്മളെ സിമ്പിൾ ചിക്കൻ ചുക്ക റെഡി. ഇതിക്ക് കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെലും അരിഞ്ഞതിട്ടിട്ട് ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറാട്ടയുടെ കൂടെ, കുബൂസിന്റെ കൂടെ, ഏതിന്റെ കൂടെ ഇത് സെറ്റാട്ടോ. ആയിക്കോട്ടെ, എന്നാല് ഇന്ന് പത്രമുള്ളൂ കേട്ടോ. ബാക്കി അടുത്തേ കാണാം.